വിവരാവകാശ പ്രവർത്തകൻ ആയ ഡിജോ കാപ്പൻ അന്തരിച്ചു എന്നതാണ്. കാർ അപകടത്തിൽ പരിക്കേറ്റ അദ്ദേഹം ചികിത്സയിൽ ആയിരുന്നു. ഇപ്പോൾ TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ന്യൂസ് 18 അടക്കം പല ചർച്ചകളിലും അദ്ദേഹം സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഏതൊരു വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പരിജ്ഞാനം, എന്തു വിഷയത്തെ സംബന്ധിച്ചും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണാനും ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടാനും സംസാരിക്കാനുമൊക്കെ സാധിച്ചിരുന്നു ഡിജോ കാപ്പന് എന്നതാണ്. ചികിത്സയിലായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഏറെ ദുഃഖം പങ്കുവെക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് ഡിജോ കാപ്പൻ്റെ വിയോഗം. ഡിജോ കാപ്പൻ നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു വാഹനാപകടത്തിൽ പരിക്ക് പറ്റി, ഗുരുതരമായ പരിക്ക് പറ്റി അദ്ദേഹം ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് പറ്റിയ പരിക്ക്, പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ, അതിനുശേഷം വെല്ലൂർ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ, ഒടുവിൽ പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സാ വഴികൾ. ഒടുവിൽ ഇന്ന് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. നട്ടലിന് ഗുരുതരമായി പരിക്ക് പറ്റിയ അവസ്ഥയിൽ ഏറെക്കുറെ തളർന്ന സ്ഥിതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ജീവിതം. ഡിജോ കാപ്പനെ നമുക്ക് ഓർത്തെടുക്കേണ്ടത്, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം സംസ്ഥാനത്തെ ഉപഭോക്തൃ വിഷയങ്ങളിൽ നടത്തിയ പോരാട്ടമാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ പൊതുപ്രവർത്തകരൊക്കെ അവഗണിക്കുന്ന ആ വിഷയം ഏറ്റെടുത്ത് സജീവമായി നടത്താൻ, അത് നമ്മുടെ പൊതു ഇടങ്ങളിലെ യാത്രാ സൗകര്യമാകട്ടെ, KSRTC, ഒപ്പം റെയിൽവേ അടക്കമുള്ള യാത്രാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവട്ടെ, ഒപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റു മേഖലകളിൽ ഉള്ളവർ നൽകേണ്ട സേവനങ്ങൾ സംബന്ധിച്ച ഓർമ്മപ്പെടുത്തലാവട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ ഡിജോ കാപ്പൻ കൃത്യമായ നിയമ പിന്തുണയോടെ ടെലിവിഷനിലും മറ്റും വന്ന് സജീവമായി ഇടപെട്ടുകൊണ്ട് നീക്കം നടത്തുന്നു എന്നതാണ് നമ്മൾ കണ്ട ഒരു കാഴ്ച. അതിനുമപ്പുറം നിയമപരമായി സർക്കാരുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഡിജോ കാപ്പൻ അവിടെ എനിക്ക് സൈത്ത് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ ഈ വൈദ്യുതി ഉപഭോഗവുമായി ബന്ധപ്പെട്ട കറണ്ട് കെട്ട് പോലെയുള്ള വിഷയങ്ങൾ. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സാഹചര്യം എല്ലാ ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. ഒരു പക്ഷേ നമുക്കറിയാം 2025 ഒക്ടോബറിൽ ആണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. അതിനുശേഷമൊക്കെ പലപ്പോഴായി അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. ആ വിഷയത്തിലൊക്കെ പ്രതികരിക്കാൻ, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതികരിക്കാൻ ഒരാളുണ്ടാകും എന്നതാണ്. ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം അദ്ദേഹം പലതവണ വിവരാവകാശ പ്രകാരം രേഖകൾ സമാഹരിച്ചിട്ടുണ്ട്. KSEBിയുടെ നഷ്ടത്തെക്കുറിച്ച്, ഏത് തരത്തിലാണ് ഈ പണം ലാപ്സാക്കപ്പെടുന്നത്, ഇതൊക്കെ ആധികാരികമായി അദ്ദേഹം സംസാരിക്കാറുണ്ട്. ഇപ്പോൾ മാണി സി കാപ്പൻ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാണി സി കാപ്പൻ, ഒരുപക്ഷെ ഒരു പ്രദേശത്തിൻ്റെ മാത്രം വിഷയമല്ല അദ്ദേഹം ഏറ്റെടുക്കാറ്. കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യങ്ങൾ, സാധാരണക്കാരായ ആളുകൾ നേരിടുന്ന പ്രതിസന്ധികൾ, മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പോലും വലിയ പരിഗണന നൽകാത്ത വിഷയങ്ങൾ, ഇതൊക്കെ ആയിരുന്നല്ലോ ഡിജോ കാപ്പൻ ഏറ്റെടുത്തിരുന്നതും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും ഡിജോ കാപ്പൻ എൻ്റെ സെക്കൻഡ് കസിനാണ്. ഞാനുമായുള്ള അടുപ്പവും ബന്ധവും ബന്ധത്തെക്കാളേറെ സൗഹൃദം വലുതായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് KSEBയും KSRTCയും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളിൽ ചാനൽ ചർച്ചകളിലും ഒക്കെ പങ്കെടുക്കുകയും പൊതുപ്രവർത്തനത്തിന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മരണം ഒരു വലിയ നഷ്ടമാണ് എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. ഒപ്പം താങ്കൾ ആ ബന്ധം എന്നതിനപ്പുറത്ത് ഒരുപക്ഷെ അദ്ദേഹം ഈ രാഷ്ട്രീയമായൊരു മുഖമൊന്നും നോക്കാറില്ല. അതിപ്പോൾ ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും സാധാരണക്കാർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന തീരുമാനങ്ങളുണ്ടെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായി വർത്തിക്കാനാണ് അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചത്. തീർച്ചയായും 100% ശരിയാണ്. താങ്കൾ, ഞാൻ പ്രയാസം മനസ്സിലാക്കുന്നു. ഒപ്പം ഈ അപകടമേറ്റതിന് ശേഷം, അപകടത്തിൽ തിരുവനന്തപുരത്ത് വെച്ചാണ്, അപ്പോൾ എല്ലാ തരത്തിലും ശ്രമിച്ചിരുന്നുവല്ലേ അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ? എന്തായിരുന്നു പിന്നീട്? ഞങ്ങൾ ശ്രമം നടത്തിയിരുന്നു. വെല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വെല്ലൂരിന് ശേഷം മാർസേവ ഹോസ്പിറ്റൽ പാല വന്നു. അവിടുന്ന് ചെറുതായിട്ട് റിക്കവർ ചെയ്ത് വന്നതാണ്. വീണ്ടും വീട്ടിൽ പോയി ഇൻഫെക്ഷൻ ഉണ്ടാകുകയും തിരിച്ചു വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായി വന്നു. ശരി, വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ മാണി സി കാപ്പൻ. ഈ ഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ അവർ ബന്ധുക്കൾ കൂടിയാണ്, അതിൻ്റേതായൊരു പ്രയാസമുണ്ട്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. സജിത്ത്, ഈ സൂചിപ്പിച്ചത് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി, ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധിയുമൊക്കെയായി ബന്ധപ്പെട്ട് പല കണക്കുകളും സർക്കാരിനെ അനുകൂലിക്കുന്നവർ അവരുടെ ഒരു മികവ് എന്ന് പറയുന്നു. മറുഭാഗത്താകട്ടെ ഈ മികവ് എന്തുകൊണ്ടുണ്ടായില്ല എന്നിപ്പോൾ ചോദിക്കുന്നു. അവിടെയൊക്കെ ഈ റിയാലിറ്റി എന്നത് കുറച്ചുകൂടി രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട്
പറയുവാനും അതിന് പലപ്പോഴും ഈ ഭരണകൂടം മറുപടി നൽകേണ്ടതായി വരികയും ചെയ്യാറുണ്ട് എന്നതാണല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം നിയമ പോരാട്ടത്തിലേക്ക് കടക്കാറുണ്ട് എന്നതാണല്ലോ ഡിജോ കാപ്പനെ വ്യത്യസ്തനാക്കിയത്. അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടം ഓർത്തെടുക്കുമ്പോൾ അതിൻ്റെ പ്രസക്തി കൂടുതൽ വ്യക്തമാകും. അതായത് ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ഒരു പാലയിലാണ്, പ്രമുഖ കുടുംബാംഗമാണ്, രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. സ്വാഭാവികമായി അദ്ദേഹം KFCയുടെ പ്രവർത്തകൻ, കേരള വിദ്യാർത്ഥി സ്റ്റുഡൻസ് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. പിന്നീട് ആദ്യകാലഘട്ടത്തിൽ KM മാണിയുമായി വളരെ ചേർന്ന് പോകുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു. പിന്നീട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും അദ്ദേഹം ബാലകൃഷ്ണപിള്ളയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അത്തരമൊരു സമാന്തര രാഷ്ട്രീയവും മറ്റും നീക്കം നടത്തി. ഒടുവിൽ വീണ്ടും ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി അദ്ദേഹം പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനമേ അവസാനിപ്പിക്കുന്നു എന്നതാണ് സാഹചര്യം. അതിനുശേഷമായിരുന്നു യഥാർത്ഥത്തിലുള്ള ഡിജോ കാപ്പൻ്റെ ഇടപെടലുകൾ പൊതുസമൂഹത്തിന് ഗുണം ചെയ്തത് എന്നാണ് സാഹചര്യം. അതായത് ഒരു രാഷ്ട്രീയ നേതൃത്വങ്ങളും പാർട്ടികളും ഒക്കെ ഏറ്റെടുക്കേണ്ട വിഷയം സ്വയം ഏറ്റെടുത്ത് കേരളത്തിലെമ്പാടും സഞ്ചരിച്ചുകൊണ്ട് സ്വയം പണം മുടക്കി, സ്വന്തമായി പണം മുടക്കി അദ്ദേഹം ഈ പൊതുപ്രവർത്തനത്തിൽ വന്നു. യഥാർത്ഥത്തിൽ ഈ ടെലിവിഷൻ ചർച്ചയിലും മറ്റും അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോഴാണ് ഡിജോ കാപ്പൻ ആരാണ് എന്ന ഒരു തിരിച്ചറിവൊക്കെ പൊതുസമൂഹത്തിൽ പെട്ടെന്ന് ഉണ്ടാവുന്നത്. പക്ഷേ അതിനും എത്രയോ നാൾ മുമ്പ് ഡിജോ കാപ്പൻ എന്ന വ്യക്തി അദ്ദേഹം നിയമപരമായും അല്ലാതെയും പൊതുവിഷയങ്ങൾക്ക് വേണ്ടി പോരടിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് കേരളത്തിലെമ്പാടും നിരന്തരമായി യാത്ര ചെയ്തു. അതായത് നമുക്കറിയാം, രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർ നിരന്തരമായി ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ഭാഗമല്ലാതിരുന്ന കാപ്പൻ സ്വയം പണം മുടക്കി കേരളത്തിൽ നിരന്തരമായി യാത്ര ചെയ്ത് ഈ വിഷയങ്ങളിൽ ഇടപെട്ടു എന്നതാണ്. പലപ്പോഴും ചില വിഷയങ്ങൾ ഡിജോ കാപ്പൻ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് പൊതുജനങ്ങൾക്ക് ഇത്തരമൊരു അവകാശമുണ്ടല്ലേ, ഉപഭോക്താക്കൾക്ക് ചോദ്യം ചെയ്യാൻ ഇത്തരമൊരു അവസരമുണ്ടല്ലേ എന്ന കാര്യം പോലും അറിയുന്നത്. അങ്ങനെ നിയമത്തിൻ്റെ പഴുതുകൾ കണ്ടെത്തി അവിടെ സർക്കാരുകളെ ചോദ്യം ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുക, ഇതൊക്കെയായിരുന്നു ഡിജോ കാപ്പൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എന്നതാണ്. ഒപ്പം ഈ പാതയോരത്തെ യോഗങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കാപ്പൻ നടത്തിയ ഒരു നിയമ പോരാട്ടം സുപ്രധാനമാണ്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന പല കാഴ്ചകൾക്കും ഉത്തരവാദികളായ നേട്ടം കൈവരിക്കുന്നതിന് ഇടയാക്കിയത് ഡിജോ കാപ്പൻ നടത്തിയ ഒരു നീക്കം കൂടിയാണ് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം കേരളത്തിലെ എല്ലാ മുന്നണികളിലുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുള്ള പ്രധാനികളുമായും ഡിജോ കാപ്പന് വലിയ ബന്ധമുണ്ട്. നമുക്ക് ഓർത്തെടുക്കാവുന്ന ഒരു കാര്യം PT തോമസിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടാണ്. PT തോമസ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മരണസമയത്ത് ഒരു ചലച്ചിത്ര ഗാനം ആലപിക്കണമെന്നും തൻ്റെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാവണമെന്നും ഉള്ളതൊക്കെ കുടുംബത്തെക്കാൾ ഉപരി ഇത്തരം ഹൃദയബന്ധമുള്ള ഡിജോ കാപ്പനുമായിട്ടാണ് അദ്ദേഹം എന്തു വേണം എങ്ങനെ വേണമെന്ന കാര്യം പങ്കുവച്ചിരുന്നത്. ഒടുവിൽ ഡിജോ കാപ്പൻ അത് പുറത്തു പറയുകയും പിന്നീട് അതാണ് നമ്മൾ പിന്നീട് PT തോമസിൻ്റെ നിര്യാണ സമയത്ത് ആ സംസ്കാര ചടങ്ങുകളുടെ സമയത്തൊക്കെ കണ്ട കാഴ്ചകൾ. അത് പുറത്തേക്ക് PT തോമസിൻ്റെ മനസ്സറിഞ്ഞിരുന്ന ഡിജോ കാപ്പനാണ് അന്ന് പിന്നീട് അത് കുടുംബാംഗങ്ങളെ പോലും അറിയിക്കുകയും പിന്നീട് അത് വരികയും ചെയ്തത്. അതുപോലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായിട്ടും എല്ലാ നേതാക്കളുമായും വലിയ തരത്തിലുള്ള ബന്ധം പുലർത്താൻ ഡിജോ കാപ്പന് കഴിഞ്ഞിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഡിജോ കാപ്പന് ഉണ്ടായിരുന്നില്ല. കാരണം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന സ്ഥാനങ്ങളിലൊക്കെ വന്നിരുന്നേനെ. പക്ഷേ അതിലൊന്നും വന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയായിരുന്നു, പൊതുവിഷയങ്ങളിൽ ഊന്നിയായിരുന്നു. സർക്കാരുകളെ ചോദ്യം ചെയ്തിരുന്നത് രാഷ്ട്രീയത്തിനപ്പുറം ചോദ്യം ചെയ്തിരുന്നത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു, ഉപഭോക്താക്കൾക്ക് വേണ്ടിയായിരുന്നു. ഉപഭോക്താക്കൾക്ക് ഇത്തരമൊരു അവകാശമുണ്ട് അതിനുവേണ്ടി ഒരു പുതിയ സംവിധാനം ഉണ്ടാവണമെന്നതും ഉള്ള ചിന്തകൾക്ക് ഒടുവിലാണ് അദ്ദേഹം ഒരു കൺസ്യൂമർ സെന്റർ തന്നെ രൂപീകരിച്ച് 1988 തന്നെ അത്തരമൊരു നീക്കം നടത്തുകയും ചെയ്തു. അങ്ങനെ കാപ്പനെ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ ഏറെ വലിയ രീതിയിൽ ഓർത്തെടുക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ നഷ്ടം ഏറെ വലുതാവുന്നതും അതുകൊണ്ട് കൂടിയാണ്. യെസ്, തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ ഡിജോ കാപ്പൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരവധിയായ വിഷയങ്ങൾ, ഒരു പക്ഷേ മലയാളികളിൽ പലരും ഇന്ന് അനുഭവിക്കുന്ന ചില ആനുകൂല്യങ്ങൾ കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം നിരവധിയായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് KSRTC തന്നെ ഈ പൊതുഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി വിഷയങ്ങളിൽ ഇടപെട്ട ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കാരണം KSRTCയുടെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകളും മറ്റുമൊക്കെ നിരത്തുന്ന സാഹചര്യത്തിൽ അതൊരു സർവീസ് സെക്ടർ എന്ന നിലയിലാണ് കണക്കാക്കേണ്ടത് എന്ന ആവശ്യം അടക്കം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് അതുപോലെ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ വിൽക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ഉൾപ്പെടെ
ഗ്യാസ് വിഷയം ഉൾപ്പെടെ പാചകവാതകത്തിൻ്റെ വിഷയമാകട്ടെ, വൈദ്യുതിയുടെ വിഷയമാകട്ടെ, റെയിൽവേ ആകട്ടെ, ഒരു പക്ഷേ അദ്ദേഹം ഇടപെടാത്ത വിഷയങ്ങൾ വളരെ കുറവ് എന്ന് വേണം പറയാൻ. ചില പ്രദേശങ്ങളിലെ പ്രതിഷേധങ്ങൾ ഉണ്ട്, അതായത് സമരങ്ങൾ പോലും അദ്ദേഹം ഇടപെട്ടിരുന്ന ഭൂമിയും മറ്റുമൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലൊക്കെ അദ്ദേഹം ആ വിഷയങ്ങളിലും ഇടപെടുമ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത്, അത് പലപ്പോഴും പലർക്കും അറിവില്ലാത്ത ഒന്നുകൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഡിജോ കാപ്പൻ്റെ വേർപാട് വലിയ നഷ്ടമായി മാറുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ 2025 ഒക്ടോബറിൽ ആണ് ഒരു അപകടമുണ്ടായത്. അതിനുശേഷം ആരോഗ്യനില മോശമായി തുടരുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് ഇത്തരം പോരാട്ടങ്ങളുടെ ഒന്നും ഭാഗമാകാനും സാധിച്ചിരുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.